അരീക്കോട് SOG ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത കമാൻഡോ വിനീതിൻ്റെ സഹോദരൻ ബിബിനും സുഹൃത്ത് സന്ദീപുമാണ് നമ്മുടെ കൂടെയുള്ളത്. എന്തുകൊണ്ടാണ് വിനീത് ഇത്തരമൊരു തീരുമാനമെടുത്ത് കരുതുന്നത്? ഇത്രയും മാനസിക സംഘർഷം ആ സാറ് പിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ടുണ്ടാകുക. കാരണം അതാണ് AC അജിത് സാർ ഉപദ്രവിച്ചിട്ടുണ്ടാവുകയാണ്. അയാളിന് മുമ്പ് മറ്റേ ചെക്കനെ സഹായിക്കാൻ നോക്കിയിട്ട് എടുക്കാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തതിന് ആ സാറ് ഇവനോട് വ്യക്തിപരമായ വരികയുണ്ട്. ഞാൻ ഇവൻ്റെ അവൻ്റെ കൂട്ടുകാരൻ മറ്റു സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് കണ്ടിട്ട് ആരാ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾ അങ്ങനെ പ്രശ്നം സമ്മതിച്ചിട്ടില്ല. സുനീഷ് മരിച്ചപ്പോൾ വയനാട്ടുകാരനായിരുന്നു. അന്ന് ആശുപത്രി കൊണ്ട് സമ്മതിക്കാത്ത കാര്യമൊക്കെ വിനീത് നിങ്ങളോട് പറഞ്ഞിരുന്നു? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഉറങ്ങാൻ സമയക്കാറില്ല. അച്ഛൻ പ്രാവശ്യം വിളിച്ചപ്പോൾ നീ ഓണക്കാത്തെന്ന് വെച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇവിടെ ബാത്റൂം പോകാനും സമ്മതിക്കാറില്ല എന്നൊക്കെ പറഞ്ഞത്. വലിയ തോതിൽ ഉപദ്രവവും പീഡനവും ഉണ്ടാകാണ്. ഒന്ന് എർണിയൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി എത്താത്തതിൻ്റെ പേരിൽ അപ്പോൾ ഇവൻ്റെ പുറകെ വരുന്ന ആൾ ചിലപ്പോൾ ഇയാൾ പാസ്സാക്കി വരുന്നുണ്ടാവുകയും ഇതിനോട് വ്യക്തിപരമായിട്ട് ഇവൻ്റെ കൂടുതലുള്ള ഇപ്പോൾ ആരും അവൻ്റെ പേരില്ല. ഫസ്റ്റ് ബാച്ചിലുള്ള അധിക പേരും ഇല്ലയെന്ന് തോന്നി. ഞാൻ ഇവിടെ കണ്ട പരിചയമില്ല. ഇപ്പോൾ പഴയ ആൾക്കാരെ പുതിയ ആൾക്കാരാണ് തോന്നുന്നുണ്ട് കൂടുതലുള്ളത്. അപ്പോൾ അവൻ്റെ കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ് ഇവന് നല്ല പണി കൊടുക്കുന്നത് പറയുന്നുണ്ട്. ഹെർണിയൻ്റെ ഒരു സർജറി കഴിഞ്ഞിരുന്നല്ലോ? കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സർജറി വരാൻ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞ് ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയതാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാവണ്ടാണല്ലോ. നിങ്ങൾക്കാണ് അവസാനമായിട്ട് വിനീത് മെസ്സേജ്? എനിക്ക് അവസാനം മെസ്സേജ് അയച്ചത് അതിൽ പറയുന്നത് ഓട്ടത്തിൻ്റെ ഇതൊക്കെയാണ്. ഈ അജിത് സാറിൻ്റെ മെസ്സേജ് അജിത് സാറിനെ കാണിക്കണം എന്നുള്ളൊരു ഇതിലാണ് വിട്ടത്. ഏതൊരു രാഹുലിനെയും മെസ്സേജ് കാണിക്കണമെന്നാണ് അതിൽ എഴുതിയത്. ഓട്ടത്തിൻ്റെ സമയം ഒന്ന് കൂട്ടാൻ പറയണം നോക്കുക. പിന്നെ എൻ്റെ ജീവൻ അതിനായിട്ട് സമർപ്പിക്കുന്നു, ഓട്ടത്തിനായിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ ഓട്ടത്തിലൊക്കെ എന്തോ സംഭവം അവിടെ നടന്നേക്ക്. അല്ലാണ്ട് ഇവൻ ഇത് ചെയ്യേണ്ട ഇതുമല്ല, മാനസികമായിട്ട് അവനെ തളർത്തിയേക്ക്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് മാത്രമായിരുന്നു. അതാണ്. പിന്നെ ഇപ്പോൾ അവിടെ വരുന്നതൊക്കെ എന്താ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ലോൺ വീട് വെച്ചത് ലോണിൻ്റെ സാലറിയിൽ നിന്ന് പോണ ലോണായിരിക്കും. വേറെ ലോണുകളൊന്നും ഇല്ല. അതാണ് അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. മരിച്ചാന്നുള്ള അത് ഒരിക്കലും കടം കൊണ്ട് മരിക്കേണ്ട ഒരു കാര്യമില്ല. ഇവൻ്റെ കൂടുതലുള്ളവർക്ക് ഇത് തന്നെ ആയിരിക്കും പ്രശ്നം. ഇവരുടെ കൂടുതൽ വേറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് സാറിപ്പോൾ അവരെ കൊണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമായിരിക്കുമല്ലോ അവരുടെ കൂടുതൽ ആൾക്കാർക്ക്. നിലവിൽ ഈ അന്വേഷണം കൊണ്ട് നിങ്ങൾ തൃപ്തികരമാണ്? അയാളെ നിർത്തിക്കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അയാളെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അന്വേഷിക്കുക. ഇപ്പോൾ നിലവിൽ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം ഫലം കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ആ സാറ് നിർത്തിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഒഴിവാക്കിയിട്ട് ചെയ്യാറ്. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തി എപ്പോഴെങ്കിലും വീട്ടിൽ വന്നപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനീത്? അങ്ങനെ എല്ലാം ഒന്നും പറയില്ല. ഇങ്ങനെയൊക്കെ ലീവ് ചോദിച്ചിരുന്നു. ലീവ് ചോദിച്ചിട്ട് അതൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കാണിക്കാൻ വേണ്ടി അഡ്മിറ്റായിരുന്നു. ഫസ്റ്റ് പോയി രണ്ടാമത് ലീവ് കൊടുത്തപ്പോൾ സമ്മതിച്ചില്ല. ഇവനെ വിളിച്ചാൽ ഇവൻ ഫോൺ എടുക്കാറില്ല. എടുക്കാതെ ചിലപ്പോൾ അവിടെ ഞാൻ വിചാരിക്കുന്നത് ഡ്യൂട്ടി ആയിട്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ആദ്യമൊക്കെ വേഗം ഫോൺ വിളിച്ചാലൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം ഈ ക്യാമ്പിൽ എത്തിയ ശേഷം ഫോൺ വിളിച്ചാലൊന്നും അധികം എടുക്കാറില്ല. ഫോൺ വിളിച്ചാൽ തീരെ എടുക്കൂല. ഇവിടെ ഞാൻ ലാസ്റ്റ് വിളിക്കുന്നത് ഒരു 9-ാം തീയതിയാണ്. അന്ന് ഇവിടെ ഡോക്ടറെ കാണിക്കേണ്ടിയിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു. പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ലീവ് ഈ ക്യാമ്പിലെത്തിയ ശേഷം ലീവ് തീരെ കിട്ടാത്തത്. മറ്റേ 1.5 മാസത്തോളമായി നാട്ടിൽ വന്നിട്ടില്ല. വന്നിട്ട് മറ്റേ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതാ. വേറെ ക്യാമ്പിലൊക്കെ പോയിട്ട് പോകുന്ന പ്രശ്നമില്ലാത്തതാണ്. പുത്തുവായിൽ പിന്നെ പാലക്കാട് എല്ലായിടത്തും പോയി വരുന്നതാണ്. അവിടെ നിന്ന് ഒരു പ്രശ്നമില്ലാത്ത ഇപ്പം ഈ സാറടുത്ത് പോയാലാണ് പ്രശ്നമായത്. അവിടെ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ? ഇല്ല. നിങ്ങൾ അവിടെ എത്തിയപ്പോൾ എന്താണ് കണ്ടത്? ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കയറി ഞാനും കണ്ടാലും വിളിച്ച് പോയി. ഹോസ്പിറ്റലിൽ കയറി കിടക്കുന്നത് നമ്മളെ ബാത്റൂമിൻ്റെ ഡോറില്ല, ഫൈബർ ഡോർ, അതിലാണ് എൻ്റെ അടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഉള്ളത്. മാറ്റി കടത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല? സ്ട്രെച്ചറിൽ അവിടെ കിടക്കുന്നുണ്ട് ഇതിൽ ഫൈബർ ഡോറിൽ. ഇപ്പോൾ AC അജിത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്നാലേ നീതി ലഭിക്കുന്നുള്ളത്. നീതി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നീതി കിട്ടൂല. ഇതിനു മുന്നേ കുറേ ആൾക്കാർ അവിടെ ആത്മഹത്യ ചെയ്തിരിക്കും. ആർക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. ഇതുവരെ ആരും ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല.
അയാൾ നിർത്തിയിട്ട് എന്താ കാര്യമില്ല. അതുപോലെ എൻ്റെ അനിയന് ഇതുപോലെ ആവില്ലേ? ഇതുപോലെ എത്ര അനിയന്മാർ പോവും, ഏട്ടന്മാർ പോവും, ഒരു കുടുംബം ഇല്ലാണ്ട് കുടുംബം നോക്കി കിടക്കുന്ന ആൾക്കാരില്ലാവില്ലേ? ഇന്നുപോലെ അച്ഛനും അമ്മ വൈഫ് ഒറ്റയായി പോവില്ലേ? AC അജിത്തിനെ അവിടെ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ വിനീതിന് നീതി ലഭിക്കൂ എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അജിത്തിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുവനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ വയനാട്.